സുവിശേഷത്താൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഏറ്റുപറയുവാൻ കൃപ ലഭിച്ചവർ ആത്മാവിൽ രക്ഷയുടെ അനുഭവം ആരംഭിച്ചിരിക്കുകയാണ്. ഇനി അവരുടെ ദേഹി അല്ലെങ്കിൽ സോൾ ജീവൻ പ്രാപിക്കണം. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതെന്നും വിശ്വസിച്ചിട്ടു അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതെന്നും ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 20:31. ജീവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലുണ്ട്. But these are written, that ye might believe that Jesus is the Christ, the Son of God, and that believing ye might have life through his name. John 20:31. അതിന് ജീവനുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വാസ സ്നാനം ഏൽക്കണം. പത്രോസ് അവരെ ആടു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവു എന്ന ദാനം ലഭിക്കും. പ്രവൃത്തികൾ 2:38. ഇങ്ങനെയാണ് ഒരുവൻ ജീവൻ പ്രാപിക്കുന്നത്. Then Peter said unto them, Repent, and be baptized every one of you in the name of Jesus Christ for the remission of sins, and ye shall receive the gift of the Holy Ghost. Acts 2:38. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വിശ്വാസ ജലസ്നാനത്തോടുകൂടി ആത്മാവിൽ രക്ഷയുടെ അനുഭവം ആരംഭിച്ചവർ ദേഹിയുടെ രക്ഷ പ്രാപിക്കുന്നു.